മനുഷ്യൻ അള്ളാഹുവിലേക്ക് മുന്നിടുക എന്നതാണ് മനുഷ്യന്റെ വിജയത്തിന്റെ നിദാനമായ ഏറ്റവും വലിയ കാര്യം. അടിമയെ സംബന്ധിച്ചിടത്തോളം ഉടമക്കാരനില്ലാതെ അടിമക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. ഓരോ സെക്കൻഡിലും അവന്റെ ഊണിലും ഉറക്കിലും ദുനിയാവിലും ആഖിറത്തിലും. അടിമയെ സംബന്ധിച്ചിടത്തോളം അടിമയുടെ സർവസ്വവും ഉടമക്കാരനുമായുള്ള അടിമയുടെ ബന്ധമാണ്. ഉടമക്കാരൻ അടിമക്ക് നൽകുന്ന അനുഗ്രഹം കൊണ്ടല്ലാതെ അടിമയുടെ ഒരു സെക്കൻഡ് കഴിയുന്നില്ല. ഉടമക്കാരനെ സംബന്ധിച്ചിടത്തോളം അടിമയുടെ ആവശ്യവുമില്ല. എന്തുകൊണ്ട്? അവൻ ഗനിയാണ്, അവൻ സ്വമദാണ്. ലാ യഹ്താജു ഇലാ ഷൈഇൻ വകുല്ലു ഷൈഇൻ യഹ്താജു ഇലൈഹി വഹുവൽ ഗനിയ്യു മിൻ കുല്ലി ഷൈഇൻ വയഹ്താജു ഇലൈഹി മാ സിവാഹു. ഇതാണല്ലോ സമദ് എന്ന വാക്കിന്റെ അർത്ഥം. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്. അല്ലാഹു സമദാണ്. അമ്പിയാക്കളാണെങ്കിലും ആരിഫീങ്ങളാണെങ്കിലും ലോകത്തുള്ള കഴിഞ്ഞു പോയ ആളുകളെല്ലാം അവരിൽ നമ്മൾ പഠിക്കുകയാണ്. എന്താണ് അവരിൽ നിന്ന് പഠിക്കേണ്ടത്? ഗനിയായ അള്ളാഹുവിനെ ആശ്രയിക്കുന്നതിൽ അവർ വിജയിച്ചു എന്നതാണ് അവരുടെ വിജയത്തിന്റെ നിദാനം. അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നതിൽ ഒന്നാമതായും നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗവും. കഴിഞ്ഞ ആഴ്ച മുതൽ ഞാൻ പറഞ്ഞു വെച്ചിരുന്നു സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അതിൽ മഹത്തുക്കളുടെ രീതികളെ ഞാൻ പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആരിഫീങ്ങൾ എന്തുകൊണ്ട് വിജയിച്ചു? അവരുടെ സർവസ്വ കാര്യങ്ങളിലും അള്ളാഹുവിനെ അവലംബിക്കുന്നതിലാണ് അവർ വിജയിച്ചിട്ടുള്ളത്. അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉടമക്ക് അടിമയെ ഒരു കാര്യത്തിനും ആവശ്യമില്ല. അങ്ങനെ ആവശ്യം വന്നാലോ അവൻ അള്ളാഹു ആവുകയുമില്ല. അള്ളാഹു എന്നാൽ അവൻ മുസ്തജിമഉൽ സിഫാത്തിൽ കമാലാണ്. എല്ലാ സമ്പൂർണതകളെയും എത്തിച്ച ആളാണ് അള്ളാഹു. അവനൊരു വീഴ്ചയുമില്ല. അവന് പുത്രകളത്രാദികളില്ല, അവന് ഭാര്യ സന്താനങ്ങളില്ല, അവൻ ഒന്നിനെയും ആവശ്യമില്ല. അവനെ ഒരാൾ ഉണ്ടാക്കിയതല്ല. അവൻ ഒരാൾക്ക് പിതാവല്ല, ഒരാൾക്ക് പുത്രനുമല്ല. അതാണല്ലോ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗഹീദിന്റെ മർമ്മവും. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവൻ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ളവനല്ല. ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവാണെങ്കിലും കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനമാണ് അതിനൊക്കെ ഉള്ളത്. അവനാകട്ടെ കാര്യകാരണ ബന്ധങ്ങൾക്കെല്ലാം അതീതനായ സർവേശ്വരനായ അള്ളാഹുവാണ്. അപ്പോൾ അവന് അടിമയെ ആവശ്യമില്ല. അടിമക്ക് ഉടമക്കാരനില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല. പക്ഷേ ഉടമക്കാരനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയുടെ വിമോചനത്തിനും അടിമയുടെ രക്ഷക്കും അടിമയുടെ വിജയത്തിനും ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതേ സമയത്തോ അടിമ ഉടമക്കാരൻ അകന്നു പോവുകയാണെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ടാകും. അതാണല്ലോ ദുനിയാവ് പരീക്ഷണശാലയാണെന്ന് പറയുന്നതിന്റെ മർമ്മം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് പരീക്ഷണശാലയാണ്. മറ്റുള്ള ജീവികളെ പോലെയല്ല മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാത്തമായ നിഅമത്തുകൾ, ഗ്രാഹ്യതകൾ, ബുദ്ധിശക്തി, തന്റെ ഇടം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടമക്കാരനായ അല്ലാഹു തആല അടിമക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ അടിമയെ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അടിമയെ പരീക്ഷണ വിധേയനാണ് ഈ അടിമ. മറ്റുള്ള ചരാചരങ്ങൾ അങ്ങനെയല്ല. ആ ചരാചരങ്ങൾക്ക് വേണ്ടതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. പക്ഷെ അവർക്ക് നിഅമത്ത് പൂർത്തിയല്ല. അവർക്ക് ഇങ്ങനെ സർഗസിദ്ധികളും മഹത്തായ ഭാവങ്ങളും മഹത്തായ കഴിവുകളും അനുഗ്രഹങ്ങളും അവരിൽ സമ്മേളിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ അനുഗ്രഹത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമാണ് നിലകൊള്ളുന്നത്. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തിലാണ് മനുഷ്യൻ പരീക്ഷണ വിധേയനാകാനുള്ള അടിസ്ഥാന കാരണം. അപ്പോൾ പിന്നെ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവൻ രണ്ട് കാര്യത്തിന്റെ നടുവിലായിരിക്കും. എന്താണ്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. ഈ സിറാത്തുൽ മുസ്തഖീമാണ് നാം ആവശ്യപ്പെടുന്നത്. ആ വഴിയിലാണ് ആരിഫീങ്ങൾ വിജയിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് വിജയിക്കാനുള്ള അടിസ്ഥാന കാരണം എന്ന് നിങ്ങൾ ചിന്തിക്കൂ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഹാഫിദ് ഇബ്നു ഖയ്യിം പറയുന്ന ചില വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ അൽ-ലൗഉൽ മുനീർ അല തഫ്സീർ എന്ന ഗ്രന്ഥമാണ് എന്റെ കയ്യിലുള്ളത്. അദ്ദേഹം പറയും, ഇദാ അസ്ബഹ ഇബ്നു ആദമ, ഒരാൾക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ ഇബ്തദഉൽ മലക്കു വശൈത്വാനു, അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. മലക്കും ഓടിച്ചെല്ലും, പിശാചും ഓടിച്ചെല്ലും. ഒരു മനുഷ്യൻ നേരം വെളുത്തു കഴിഞ്ഞാൽ രണ്ടാൾ അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. മലക്കും ഓടിച്ചെല്ലും, പിശാചും ഓടിച്ചെല്ലും. ഫഇൻ ദക്കറല്ലാഹ വകബ്ബറഹു വഹമ്മദഹു വഹല്ലലഹു തറദുൽ മലക് വശൈത്വാന വതവല്ലാ. ഫഇൻ ദക്കറല്ലാഹ, ഒരു മനുഷ്യന്റെ പ്രഭാതം തന്നെ ദിക്റിലായാൽ, അള്ളാഹുവിന്റെ സ്മരണയിലായാൽ, വകബ്ബറഹു, അവന്റെ തക്ബീറിലായാൽ, വഹമ്മദഹു, അവന്റെ തഹ്മീദിലായാൽ, വഹല്ലലഹു, അള്ളാഹുവിന്റെ തഹ്ലീലിലായാൽ. അതായത് അടിമ സമ്പൂർണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ഉടമക്കാരനെ സദാസമയം അതിന്റെ ചിന്ത. ഉറങ്ങുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറക്കിൽ എന്താണ് നടക്കുന്നത് എന്ന കാര്യം അവനറിയില്ല. ഉറക്ക് കഴിഞ്ഞാൽ മനുഷ്യന്റെ അവസ്ഥ എന്താ? ഉറക്ക് കഴിഞ്ഞാല്
പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വതന്ത്രനാണ്. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി തിരിച്ചു തന്നു. അതായത് എല്ലാ കാര്യവും അവന് സമ്പൂർണ്ണമായൊരു ബോധം ഉണ്ടായി. ഈ ബോധം ഇല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ എഴുത്ത് പോലും നടക്കൂല, മലായിക്കത്തിന്റെ എഴുത്ത് പോലും നടക്കാത്തതാണ് ഉറക്കിന്റെ നേരം എന്നാണ്. അല്ലാഹു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. സാധ്യമായ കാര്യമല്ലാതെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദാസനോടും കൽപ്പിക്കുകയില്ല. എന്തുകൊണ്ട്? അല്ലാഹു നീതിമാനാണ്. സുസാധ്യമായ, വളരെ ലളിതമായി അയത്നമായി ഒരു മനുഷ്യന് സാധ്യമാവുന്ന കാര്യമല്ലാതെ അള്ളാഹുവിന്റെ ദീനി ശരീഅത്തിൽ എവിടെയും കാണുക സാധ്യമല്ല. വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി വജ്തബാകും വമാ ജഅല അലൈഹിം ഫിദ്ദീനി മിൻ ഹറജ് വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീകും ഇബ്രാഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു വക്രതയുമില്ല, ഒന്നുമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ സ്വതന്ത്രനായി, അവന് സുഗ്രാഹ്യമായ, അവന് അയത്ന ലളിതമായ കാര്യമല്ലാത്ത ഒരു വിഷയവും ഇസ്ലാമിക ശരീഅത്തിൽ കാണുക സാധ്യമേ അല്ല, ഒരിക്കലും ഇല്ല. അതിനെ മനുഷ്യനെ സംബന്ധിച്ചാൽ അതിന് കഴിവില്ലാത്ത ആളെയോ അല്ലാഹു തആലക്ക് അവനെ പിടികൂടുകയില്ല. സലാസത്തുൻ റുഫിഅത് അൻഹുൽ അഖ്ലാം, 3 വിഭാഗം ആളുകളെ കുറിച്ച് മലക്കുകൾ എഴുതുകയില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാരാ? ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് പ്രായപൂർത്തിയാകുന്നത് വരെ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ എഴുത്തുണ്ട മലക്കുകൾ എഴുതുകയില്ല. അൽ മജ്നൂനു ഹത്താ അഫാഖ, ഒരു ഭ്രാന്ത് ഇല്ലാതെയായി ബോധം തിരിച്ചു വരുന്നവരെ ഇല്ല. അന്നായിമു ഹത്താ ഇസ്തൈഖള, ഉറങ്ങുന്ന ഒരാൾ ഉണരുന്നത് വരെ അയാൾക്ക് എഴുത്തുണ്ടാവുകയില്ല. അസ്സബിയു ഹത്താ ഇഹ്തലമ അൻ മജ്നൂനു ഹത്താ അഫാഖ അന്നായിമു ഹത്താ ഇസ്തൈഖള, ഈ സന്ദർഭം വരെ അയാൾക്ക്, ഈ ആളുകൾക്കൊന്നും മലക്കുകളുടെ എഴുത്തുണ്ടാവുകയില്ല. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറക്കുണർന്നു, അവന്റെ ബോധം മണ്ഡലം തിരിച്ചു കിട്ടി, അവന് കാര്യങ്ങളെക്കുറിച്ച് അവന് ഗ്രാഹ്യത വന്നു. ആ സമയത്ത് ഇബ്തതറഹുൽ മലക്കു വശൈത്വാൻ, ഉടനെ മലക്കും ശൈത്വാനും അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. ഈ മനുഷ്യൻ അള്ളാഹുവിനെ തെരഞ്ഞെടുത്ത ആളാണെങ്കിൽ ആദ്യത്തെ ചിന്ത അള്ളാഹുവിനെ കുറിച്ചായിരിക്കും. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. എൻ്റെ കച്ചവടത്തിനെ പറ്റിയോ, എൻ്റെ മറ്റ് സൗകര്യങ്ങളെ പറ്റിയോ, എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളെ പറ്റിയോ, ഇതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഇതൊക്കെ അള്ളാഹു അവന് നൽകി അവൻ്റെ അത്വയ്യാത്തുകളാണ്. ഭാര്യ അള്ളാഹു പിന്നെ തന്നതാണ്, മക്കളെ അള്ളാഹു പിന്നെ തന്നതാണ്, കച്ചവടം അള്ളാഹു പിന്നീട് തന്നതാണ്, ഭൂമി അള്ളാഹു പിന്നീട് തന്നതാണ്, അവൻ്റെ മാറ്റം അള്ളാഹു പിന്നീട് തന്നതാണ്, അവൻ്റെ സ്ഥാനം അള്ളാഹു പിന്നീട് തന്നതാണ്, അവൻ്റെ ഷജാഅത്ത് അള്ളാഹു പിന്നീട് തന്നതാണ്, അവൻ്റെ ഭൗതികമായ നേട്ടങ്ങൾ, സൗകര്യങ്ങൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പിന്നീട് തന്നതാണ്. അപ്പോൾ അടിസ്ഥാന മുസബ്ബിബാരാണ്? അല്ലാഹുവാണ്. ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അതാണ് ഇസ്തിഖാമത്ത്, അതാണ് ഇല്ലല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. അവൻ മുഅ്മിനാണെങ്കിൽ അവന്റെ ബോധമണ്ഡലത്തിൽ ആദ്യം വരും അല്ലാഹു വരും, ആദ്യം അല്ലാഹു വരും, യാതൊരു സംശയവും വേണ്ട. അവന്റെ ബോധമണ്ഡലത്തിലേക്ക്, ബോധമണ്ഡലം ഉണർവിലായാൽ രണ്ടാൾ ഓടി വരും, മലക്കും ശൈത്താനും. ആ സമയത്ത് അവൻ ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉൾപ്പെടുത്തുകയാണ് ഹാഫിദ് ഇബ്നു ഖയ്യിം തന്റെ അൽ-ലൗഉൽ മുനീർ എന്ന തഫ്സീർ ഗ്രന്ഥത്തിൽ. ഇത് കാണാം. എന്താണ് ഇസ്തിഖാമത്ത്? ഇസ്തിഖാമത്ത് പ്രഭാതം മുതൽ ആരംഭിക്കണം, അത് പ്രദോഷം വരെ. പിന്നുള്ളത് ഓർമ്മയില്ല, പിന്നുള്ളത് ഓർമ്മയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എന്തുകൊണ്ട്? ബാക്കിയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ എഴുതി വെക്കും. അവൻ ഇസ്തിഖാമത്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെയും, പ്രദോഷം മുതൽ ഉറക്ക് വരെയും, ബോധമണ്ഡലമുള്ള ആ സമയത്ത് മുഴുവനും അള്ളാഹു ആയിരിക്കണം അവന്റെ മനസ്സിലുള്ളത്. അതന്നെ ഇസ്തിഖാമത്ത്. അതിനാ ഇസ്തിഖാമത്ത്. എന്താണ് ഇസ്തിഖാമത്ത്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. എന്താണ് ഇസ്തിഖാമത്ത്? ഇസ്തിഖാമത്ത് എന്നാൽ അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടാവുകയാണ്. എന്താ ദിക്ർ? ദിക്ർ എന്നാൽ അള്ളാഹ്, എനിക്കൊരു റബ്ബുണ്ട്, അവന്റെ നിയമമാണ്, അതിന് ഞാൻ വിധേയനാണ്, അവന്റെ താല്പര്യങ്ങൾക്ക് മാത്രം ഞാൻ വിധേയനാണ്, അവന്റെ കൽപ്പനകൾ മാത്രം, അതാണ് എന്റെ പ്രധാനം, അവന്റെ വിരോധങ്ങൾ ഞാൻ ഒഴിവാക്കേണ്ടതാണ്, അതിനനുസരിച്ചുള്ളൊരു ജീവിതമേ എനിക്ക് പറ്റൂ എന്ന് ഒന്നാമത്തെ സെക്കൻഡിൽ അവന്റെ അല്ലാഹ് അല്ലാഹ്. ഇസ്തിഖാമത്തിന്റെ മർമ്മം ഇതിനെ അല്ലാഹ്. ബോധമണ്ഡലത്തിൽ സദാ നേരവും അല്ലാഹു എന്ന ചിന്ത ഉണ്ടാകുന്നതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയാം. മനുഷ്യന് കാലിടർച്ച സംഭവിക്കൂലേന്ന്, അതൊരു സെക്കൻഡേ സംഭവിക്കുള്ളൂ. അപ്പോഴത്തേനും മനുഷ്യന്റെ ബോധമണ്ഡലം ഉണർന്നു. എന്താണ് ഇസ്തിഖാമത്ത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗസാലി ഇമാമിനെ പോലത്തെ ആളുകൾ, നമ്മൾ പറഞ്ഞു വെച്ചു, ഇനിയും ധാരാളം അവരെ പറ്റി പറയാനുണ്ട്, പക്ഷേ അത് സിദ്ദീഖുൽ അക്ബർ മുതൽ അവസാനത്തെ മുഅ്മിൻ വരെ ഉണ്ടായത്. മുഅ്മിനാണോ അവന്റെ ബോധമണ്ഡലം അള്ളാഹു നിക്ഷിപ്തമായിരിക്കും.
അതാണ് ഇസ്തിഖാമത്ത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പറയുകയും പിന്നെ സുമ്മ ഇസ്തഖാമു, പിന്നെ ചൊവ്വായി നിലകൊള്ളുകയും ചെയ്യുക. എന്താണ് ഈ ചൊവ്വായി നിലകൊള്ളൽ? ചൊവ്വായി നിലകൊള്ളൽ എന്നാൽ ബോധമണ്ഡലം ഉണർന്നിരിക്കുമ്പോഴെല്ലാം അള്ളാഹു എന്ന ചിന്തയിൽ അത് നിറഞ്ഞു നിൽക്കുന്നതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുക. അതാണ് ഇസ്തിഖാമത്ത്. അത് വേഷഭൂഷാദികൾ ഉണ്ടായതുകൊണ്ട് കാര്യമല്ല. ചിലപ്പോൾ വേഷഭൂഷാദികൾ ഉണ്ടാവും, നല്ല വേഷമായിരിക്കും, നല്ല സംസാരമായിരിക്കും, നല്ല വർത്താനായിരിക്കും, വായി തുറന്ന അള്ളാഹിനെ പറ്റി പറയും, പക്ഷെ മനസ്സിൽ അള്ളാഹു ഉണ്ടാവില്ല. ബോധമണ്ഡലത്തിൽ അള്ളാഹു ഉണ്ടാവില്ല. അവന് നല്ല കെട്ടും മട്ടും സൂട്ടും കോട്ടും ഒക്കെ ഉണ്ടാവും, നല്ല കാഴ്ചയിൽ നല്ല ഭംഗി ഉണ്ടാവും, ചിലപ്പോൾ താടി തൊപ്പറയും അതും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നല്ല താടി, നല്ല അഴക്, നല്ല കോലം, നല്ല കെട്ട്, നല്ല മട്ട്, നല്ല പൂട്ട് ഒക്കെ ഉണ്ടാവും. അനുയായി വൃന്ദം ഉണ്ടാവും, ചിലപ്പോൾ അനുയായി വൃന്ദം ഉണ്ടാവും. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് മനുഷ്യന്മാർ പൊതുജനം കഴുതുകയാണല്ലോ. അപ്പോൾ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ബാഹ്യമായ കാര്യത്തിൻ്റെ പിന്നാലെ ഓടുന്നൊരു സ്വഭാവം പൊതുവെ മനുഷ്യനുണ്ട്. താനും അനുയായികൾ ഉണ്ടാവാം, ഒക്കെ ആർക്ക് അവിടെ ഉണ്ടാവും. മിർസ ഗുലാമിനെ വരെ ഇവിടെ ഞാനാണ് പ്രവാചകൻ എന്ന് വാദിച്ച മിർസ ഗുലാമിനെ വരെ ഇവിടെ അനുയായികൾ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ അതൊന്നും കണക്കാക്കേണ്ട. അപ്പോൾ തന്നെ ബോധമണ്ഡലത്തിൽ അള്ളാഹു ഉണ്ടാകാതിരിക്കും. ഇതിനാണ് ഇസ്തിഖാമത്ത് എന്നറിയാം. അല്ലാതെ വേഷഭൂഷാദികൾ നന്നാക്കി, വേഷഭൂഷാദികൾ നല്ലത് വേണ്ടേ? തീർച്ചയായും വേണം. ഒരു മനുഷ്യൻ ഒരു മുഅ്മിനായ മനുഷ്യനാകുമ്പോൾ അവൻ്റെ രീതിക്കനുസരിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയിട്ടുള്ള ഇസ്സത്തിനനുസരിച്ചും അവൻ്റെ സ്ഥാനത്തിനനുസരിച്ചുള്ള വേഷങ്ങളൊക്കെ അവൻ ഉണ്ടാകാതെ. ഓരോന്നിന് പോലീസിന് വേഷം വേണം, ഡോക്ടർ വേഷം വേണം, അത് നഴ്സിൻ്റെ വേഷം വേണം, പട്ടാളക്കാരൻ്റെ വേഷം വേണം. അതൊക്കെ സ്വാഭാവികമാണ്. ഒരാൾക്ക് അവനോട് ചോദിച്ചൊരു വേഷം ഉണ്ടാവും, തെറ്റല്ല. പക്ഷെ ആ വേഷം അവൻ്റെ മനസ്സിനെ അറിയിക്കുകയില്ല. അത് ഇസ്തിഖാമത്തും അല്ല. എന്താ ഇസ്തിഖാമത്ത്? ഇസ്തിഖാമത്ത് ബോധമണ്ഡലത്തിൽ അല്ലാഹ് ആ ഇസ്മ മുഴങ്ങി നിൽക്കുക, അത് തെളിഞ്ഞു നിൽക്കുക. അതിന് ഇസ്തിഖാമത്ത് എന്ന് പറയാം. അതന്നെ ഇസ്തിഖാമത്ത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, ബോധമണ്ഡലത്തിൽ അല്ലാഹ്. അതിനർത്ഥം അവന് ഒരു സെക്കൻഡ് അള്ളാഹുവിൽ നിന്ന് തെറ്റിപ്പോവില്ലേ? പോയേക്കാം. ഒരു കുഞ്ഞിനെ പോലെ, ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ സദാ നേരമുള്ളത് ഉമ്മയാണ്. അങ്ങനെയാണ്. ഉമ്മയും മോനും കൂടെ കുഞ്ഞുമോന് ഓക്കത്ത് വെച്ച് ഉമ്മ കല്യാണത്തിന് പോയി. അങ്ങനെ കല്യാണപ്പുരയിൽ ഉമ്മയുടെ കാലിൻ്റെ അടുത്ത് ഉമ്മ ഒരാളോട്, തൻ്റെ കൂട്ടുകാരിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കാലിൻ്റെ മുട്ടുംകാലിന് എന്നെ കൂട്ടിപ്പിടിപ്പിച്ച് മോനെ അങ്ങനെ നിർത്തി. ഒരു 1.5 വയസ്സായ മോന്, 2 വയസ്സായ നടത്തം തുടങ്ങുന്ന ഈ മോന്. അപ്പോൾ ഈ മോൻ എന്ത് ചെയ്തു? ഉമ്മാൻ്റെ കാലും പിടിച്ച് അങ്ങനെ ഇരിക്കുന്ന ഇരുത്തമ്മ തൻ്റെ കൂട്ടുകാരിയോട് സംസാരിക്കുന്നു, അതിലങ്ങനെ മുഴുകിയിരിക്കുന്നു. ഉമ്മാൻ്റെ കാലും പിടിച്ച് പരിസരം നോക്കിയിരിക്കുന്ന ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് എന്തോ ഒരു അതൃപ്പമായ, സന്തോഷകരമായ, ഒരു അത്ഭുതകരമായ കുട്ടിയല്ലേ? അല്ലെങ്കിൽ അത് അഴകുള്ള ഒരു കാര്യം കണ്ടാൽ കുട്ടി സ്വാഭാവികമായും ഒരു സെക്കൻഡിൽ അതിൽ ആകൃഷ്ടനാവും. കുട്ടി മെല്ലെ പിച്ച വെച്ച് അങ്ങോട്ട് പോയേക്കാം. അങ്ങോട്ട് പോയി അതൊരു അല്പനേരം ഒരു 10 അടി 20 അടി അപ്പുറത്തേക്ക് എത്തി. കുട്ടി അവിടെ ഒരു അല്പനേരം അതിൽ മുഴുകിയിരിക്കാം. ഒരു സെക്കൻഡ് മനസ്സിൽ, അതൊരു സെക്കൻഡ്, 10 സെക്കൻഡ്, 20 സെക്കൻഡ്, 1 മിനിറ്റ്, 2 മിനിറ്റ്, 10 മിനിറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോഴത്തേനും പരിസരബോധം വന്നു. കസലിലേക്ക് തീർത്ത് ഉമ്മാനെ കാണാനുമില്ല. പിന്നെന്താ ഉള്ളത്? ഒറ്റ നോട്ടം നോക്കി. പിന്നെ കരച്ചിൽ. ഉമ്മ. ഇതുപോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. ഭൗതികമായ ഒരു കാര്യത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ആകൃഷ്ടനാവൂലേ? ആയേക്കാം ഒരു അല്പനേരം. പക്ഷെ പെട്ടെന്ന് അവൻ്റെ ബോധമണ്ഡലം ഉണരും. എന്തുകൊണ്ട്? അവൻ തെറ്റിപ്പോയി. അവൻ അല്ലാഹുവിലല്ലാതെ അഭയമില്ല എന്നൊരു ബോധമുണ്ട്. ഈ കുഞ്ഞിന് തൻ്റെ ഉമ്മയിലല്ലാതെ അഭയമില്ല എന്ന ബോധമുണ്ട്. ഇത് തന്നെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അവസ്ഥ. ഇതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയാം. അവൻ പൂർണ്ണമായി അല്ലാഹുവിന് വിട്ടുപോവില്ല. ഒരു സെക്കൻഡ് മനുഷ്യൻ്റെ മനസ്സല്ലേ, ഭൗതികമായ മനസ്സല്ലേ. കരീഷിൽ ഫലാത്തി, മരുഭൂമിയിലെ തൂവൽ പോലെയല്ലേ മനുഷ്യന്റെ മനസ്സ്. ഒരു സെക്കൻഡ് വിട്ടുപോയേക്കാം. അപ്പോഴത്തിന് ബോധമണ്ഡലം ഉണരും. ഇതാണ് ഇസ്തിഖാമത്ത് എന്ന് പറയാം. ഈ ഇസ്തിഖാമത്തുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിഴപ്പിക്കാൻ പിശാച് വരും, പക്ഷെ കഴിയില്ല. ഒരു മനുഷ്യൻ ബോധമുള്ളവനാണ് എങ്കിൽ, ബോധമുണ്ടെങ്കിൽ ബോധമില്ലെങ്കിലും പിശാചും മലക്കുകളും അതിരാവിലെ അവൻ്റെ അടുത്തേക്ക് ഓടി വരും. അള്ളാഹുവിന്റെ ദിക്റാണ് അവന്റെ പ്രാരംഭമെങ്കിൽ, അവന്റെ മനസ്സിന്റെ ബോധമണ്ഡലത്തിലേക്ക് ആദ്യം വന്നത് അള്ളാഹു ആണെങ്കിൽ പിന്നെ ഒരു പേടിയും വേണ്ട. പിശാചിനെ മലക്ക് തന്നെ ഓടിക്കും. ആ വ്യക്തിയെ മലക്ക് ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ്. സുബ്ഹാനല്ലാഹ്. പിശാചിനെ ഓടിക്കാൻ മനുഷ്യൻ അധ്വാനിക്കേണ്ടതില്ല.
തൊറദൽ മലക്കു, മലക്കോടിച്ചേക്കും, മലക്കോടിച്ചേരും. എന്തുകൊണ്ട്? ഇത്തരം അല്ലാഹു വലിയുല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ ഏറ്റെടുത്തവൻ അല്ലാഹു ആണ്, അല്ലാഹുവിന്റെ ദാസനാണ് മലക്ക്. അല്ലാഹുവിന്റെ ആളുകളെ സംരക്ഷിക്കേണ്ടത് മലക്കിന്റെ ഉത്തരവാദിത്തമാണ്. ശ്രദ്ധിക്കണം. ത്വറദൽ മലക്കു അശ്ശൈത്വാൻ, ത്വറദൽ മലക്കു, മലക്ക് ഓടിച്ചേക്കും, ഓടിക്കും. അശ്ശൈത്വാന, പിശാചിനെ വതവല്ല, എന്നിട്ട് ഈ മനുഷ്യന്റെ കാര്യം ഏറ്റെടുക്കും. ആര്? പിശാച് ഏറ്റെടുക്കും. അവന്റെ പ്രാരംഭം തന്നെ അള്ളാഹു അല്ലാതെയായാലോ? മനോമുഖരത്തിൽ വന്നത് അള്ളാഹു അല്ലാന്ന് വന്നാലോ? അള്ളാഹുവിന്റെ നിഅമത്ത്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തന്നെ ഓർക്കുന്നത് ഏറ്റവും വലിയ ശുക്ർ കൊണ്ടാണ്. അടിമയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് കിട്ടുന്നതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളല്ലേ, ഒക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. അപ്പൊ അടിമ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. اللهم ما أصبح بي من نعمة بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. അടിമ ഉടമക്കാരനെ ഓർക്കുന്നത് തന്നെ അടിമ ഞാൻ എമ്പാടും അനുഗ്രഹീതനാണ് എന്നതുകൊണ്ടാണ്, അല്ലാതെ എന്റെ പായരം കൊണ്ടല്ല. അള്ളാഹിനെ ഓർക്കുമ്പോൾ അതിന്റെ പായരം കൊണ്ട് ഓർക്കാൻ പാടില്ല. ഒന്നും കിട്ടിയില്ലല്ലോ, ഒന്നും ആയില്ലല്ലോ, ഇപ്പൊ ഒന്നും ഒരു നശിച്ച ദിവസം തുടങ്ങിയാലോ, അങ്ങനെ പറയരുത്. നല്ലൊരു ഉറക്കിലായിരുന്നു, വീണ്ടും അടുത്ത നശിച്ച ദിവസം തുടങ്ങി. ഇങ്ങനെയാണ് പല ആളുകളെയും പെരുമാറ്റം. രാവിലെ എണീക്കുമ്പോൾ തന്നെ അവൻ കടക്കാരനെ ആലോചിക്കുക, രാവിലെ എണീക്കുമ്പോൾ അന്ന് കൊടുക്കേണ്ട പൈസയെ പറ്റി ആലോചിക്കും, രാവിലെ എണീക്കുമ്പോൾ അന്ന് ചെയ്ത് തീർക്കേണ്ട പണിയെ പറ്റി ആലോചിക്കും, രാവിലെ എണീക്കുമ്പോൾ അന്ന് പോകേണ്ട യാത്രയെ പറ്റി ആലോചിക്കും. അതോടുകൂടെ തന്നെ ഒരു 10 മിനിറ്റ് വിഷണ്ണനായി അവിടെ അങ്ങനെ മടിച്ചിരിക്കും. എന്തിനാ ഇതൊക്കെ ആലോചിക്കുന്നത്? അള്ളാഹിനെ പറ്റി ആലോചിക്കുക. ഇതൊക്കെ നടത്തി തരേണ്ടത് അള്ളാഹു അല്ലേ? അള്ളാഹ്ക്ക് അതൊക്കെ പ്രയാസരഹിതമല്ലേ? എന്താണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ടല്ലേ? ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ കഴിയോ? അപ്പൊ എന്ത് ചെയ്യണം? അള്ളാഹ് ആലോചിച്ച് പിന്നെ മലക്കവനെ ഏറ്റെടുക്കും. മലക്ക് ഏറ്റെടുത്താ പിന്നെ മലക്ക് ഏറ്റെടുത്തില്ലേ മുത്ത് മുഹമ്മദ് മുസ്തഫാനെ? സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അവിടെ പോയില്ലേ? അർശും കുർസിയും ലോഹവും കലമും വിട്ടു പോയില്ലേ? മുത്ത് മുഹമ്മദ് മുസ്തഫ അങ്ങോട്ട് പോയില്ലേ? സിദ്റത്തുൽ മുൻതഹായിൽ വന്നില്ലേ പുണ്യ റസൂൽ മുസ്തഫ? ആകാശവും കടന്നു പോയില്ലേ പുണ്യ മുഹമ്മദ് മുസ്തഫ? എന്തുകൊണ്ട്? മലക്കല്ലേ കൊണ്ടുപോയത്. അള്ളാഹുവിന്റെ പ്രത്യേകമായ സമ്മതത്തിന്റെ യാത്രയല്ലേ അത്? എന്താ അത്? പ്രയാസരഹിതമല്ലേ? ഒരു പ്രയാസം ഉണ്ടായോ ആ യാത്രയിൽ? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? രാവിലെ എണീറ്റാൽ തന്നെ കടക്കാരനെ പറ്റിയാലോ, എന്ന് കുറച്ച് പൈസ കൊടുക്കാണ്ടല്ലോ, നശിച്ച ഒരു ദിവസം നേരെ വെളുത്തല്ലോ. സുബഹിയുടെ ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ മിക്കവാറും ഇത്തരം ആളുകൾ സുബഹിയുടെ ബാങ്ക് കേൾക്കൂല. ഇനി കേട്ടാൽ തന്നെ നശിച്ച ദിവസം തുടങ്ങി. മുല്ലക്കാക്ക് ഇതല്ലാതെ വേറെ പണിയൊന്നുമില്ല. പിന്നെയും തുടങ്ങി എന്ന് പറഞ്ഞു. എന്നാൽ അൽഹംദുലില്ലാഹ് പുഞ്ചിരിച്ച് അൽഹംദുലില്ലാഹ് പ്രഭാതം പൊട്ടിവിടർന്നുവല്ലോ, അല്ലെങ്കിൽ പ്രഭാതം പൊട്ടിവിടരാനായല്ലോ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ അനുഗ്രഹം ഓർത്ത് അൽഹംദുലില്ലാഹ്. ഖുർആൻ തുടങ്ങിയത് അൽഹംദുലില്ലാഹ്. ബസ്മലത്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. ഖുർആന്റെ പേരെന്താ? കിതാബ് ശുക്രി, നന്ദിയുടെ ഗ്രന്ഥമാണ്. പടച്ച തമ്പുരാന് നന്ദി സമർപ്പിക്കലിന്റെ രീതി പറയുന്ന ഗ്രന്ഥമാണ്. അപ്പോൾ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? എന്താണ് ഈ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ? അത് ശീമത്തു ശാകിരീൻ, അത് നന്ദി പറയുന്നവരുടെ സ്വഭാവത്തിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയാം. അവരെന്നെ ആരിഫീങ്ങൾ, അവരെന്നെ സിദ്ദീഖീങ്ങൾ, അവരെന്നെ അമ്പിയാക്കൾ. അവർ സെലക്റ്റഡ് മെമ്പേഴ്സ് ആണെന്ന് വെക്കാം. അമ്പിയാക്കൾ അല്ലാത്ത ഒരാളുകളുണ്ടല്ലോ, അവരുടെ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ശുക്റാണ്, നന്ദി. അള്ളാഹുവിനെ വല്ലാതെ നന്ദി അർപ്പിക്കും. അവർ അള്ളാഹുവിന്റെ ശാകിരീങ്ങളായിരിക്കും. വലിയ ശുക്റാണ് അവർക്ക്. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ശുക്രിന്റെ ഗ്രന്ഥമാണ്, നന്ദിയുടെ ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ ലോകത്ത് നന്ദി പറയാൻ വേണ്ടി വന്ന ഗ്രന്ഥമാണ്, നന്ദി കാണിക്കാൻ വേണ്ടി വന്നതാണ്. നന്ദിയാണ്. നന്ദി കാണിക്കുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ലൈൻ ശക്കർത്തും ലാസീദന്നക്കും, നന്ദി കാണിക്കുന്നവർക്ക് ഞാൻ കൂട്ടിത്തരാമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവന്റെ ബോധമണ്ഡലം ഉണരാന്ന് പറഞ്ഞാൽ തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുക. അള്ളാഹുവിന്റെ സാന്നിധ്യം അനുഗ്രഹങ്ങളുടെ സാന്നിധ്യമാണ്. അള്ളാഹുവിന്റെ സാന്നിധ്യം അടിമ അനുഭവിക്കുന്നത് അനുഗ്രഹത്തിന്റെ സാന്നിധ്യമായിട്ടാണ്, പായരല്ല. അള്ളാഹു കൂടെ ഉണ്ടാവുമ്പോൾ എന്ത് പായരാണ്, എന്ത് പ്രയാസമാണ്. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിനും നാശമില്ല, നാശമുള്ളത് ഉള്ളതല്ല, ഉള്ളതൊന്നും ഉള്ളതല്ല എന്ന് കവി പറഞ്ഞതുപോലെ ഉടമക്കാരന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതന്നല്ലേ സൗഭാഗ്യം. അനുഗ്രഹങ്ങളെ സ്മരിക്കുന്നത് ഉടമക്കാരനെ സ്മരിക്കലാണ്. ഉടമക്കാരന്റെ സ്മരണ അനുഗ്രഹത്തിന്റെ സ്മരണയാണ്. അതുകൊണ്ടാണ് ബോധമണ്ഡലം തുറന്നപ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് കൊണ്ട് തുടങ്ങിയതാണ് ഞാൻ ഇസ്തിഖാമത്ത്, പായരല്ല.
ആദ്യം മനസ്സിൽ വന്നത് കടക്കാരനല്ല, ആദ്യം മനസ്സിൽ വന്നത് ഇന്ന് ചെയ്തു തീർക്കേണ്ട തൊഴിലല്ല, പിന്നെ ആരാണ്? എല്ലാം എളുപ്പമാക്കിയ റബ്ബാണ്. റബ്ബ് എളുപ്പമാക്കിയാലോ വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, ഏത് കർമ്മത്തിനെയും സൃഷ്ടിച്ചു തരുന്നത് അള്ളാഹുവാണ്. ഒരു പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതോടുകൂടെ ഇവന്റെ കവചത്തിലായാലും മലക്കിന്റെ കവചത്തിലായി ഇവൻ പ്രൊട്ടക്റ്റഡ് ആണ്, പ്രൊട്ടക്റ്റഡ് മാനാണ്, സമ്പൂർണ്ണ സുരക്ഷിതത്തിനാണ്. പ്രൊട്ടക്ഷൻ ഉണ്ട്. ആരുടെ പ്രൊട്ടക്ഷനാ? മലക്കിന്റെ പ്രൊട്ടക്ഷനാ. ഇതാണ് ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ നന്ദിയാണ്. അമ്പിയാക്കന്മാരുടെ സ്വഭാവം നന്ദിയാണ്, ഔലിയാക്കന്മാരുടെ സ്വഭാവം നന്ദിയാണ്. ഔലിയാക്കന്മാരെ പഠിക്കുകയാണെങ്കിൽ ആദ്യം നന്ദി പഠിക്കണം. നന്ദി ആർക്ക്? അള്ളാഹുവിനെ. നന്ദി ചെയ്യുന്നതിനെ സംബന്ധിച്ച് പായരം പറയാനേ ഇല്ല. അവന് എന്ത് പായരാളുള്ളത്? നന്ദി പറയുമ്പോൾ എന്ത് പായരാളുള്ളത്? ഇല്ലായ്മയെ സ്മരിച്ച ഒരാൾക്ക് നന്ദി അറിയാൻ കഴിയുമോ? അല്ല, നിങ്ങൾ പറയും ഒരാൾ ഇല്ലായ്മയെ സ്മരിച്ച് നന്ദി അറിയാൻ കഴിയുമോ? ഖുർആൻ ആദ്യം പറഞ്ഞ എന്താ? നന്ദി. ഖുർആൻ മുഅ്മിനിന്റെ ജീവിതത്തെ വ്യവച്ഛേദിച്ചത് നന്ദി. ഖുർആൻ അസ്ഹാബുൽ യമീനിന് മാനദണ്ഡമാക്കിയത് എന്താ? നന്ദി. ഇന്നാ അദൈനാഹു സബീല ഇമ്മാ ശാകിറൻ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ യമീൻ സ്വഭാവം എന്താ? നന്ദി. ശാകിറൻ വഇമ്മാ കഫൂറ, അത് അസ്ഹാബുൽ ശിമാന്റെ രീതിയാണ്. അപ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുക എന്നാൽ അനുഗ്രഹങ്ങളെ സ്മരിക്കലാണ്. അള്ളാഹിന്റെ അനുഗ്രഹങ്ങളെ സ്മരിക്കുക. അതോടുകൂടെ മലക്കിന്റെ കവചത്തിലായി. പിശാച് അങ്ങനെയല്ല. പിശാച് മനുഷ്യനെ ദാരിദ്ര്യം ഓർപ്പിക്കും. പിശാചിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ദാരിദ്ര്യമല്ലാതെ ഒന്നും ഓർക്കില്ല. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. എന്താണ് ഇസ്തിഖാമത്ത്? പലർക്കും ഇസ്തിഖാമത്ത് എന്താണെന്നറിയില്ല. എന്താ ഇസ്തിഖാമത്ത്? ഇസ്തിഖാമത്ത് എന്നാൽ ശുക്രാണ്. ശുക്ർ ഉണ്ടാകണമെങ്കിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകണം. അനുഗ്രഹങ്ങൾ ഇല്ലാത്ത ഒരാളും ഇല്ല. അനുഗ്രഹങ്ങൾ ഓർക്കുന്നുണ്ടോ ഇല്ലേ, ഇതാണ് പ്രശ്നം. ഇതാണ് ഇസ്തിഖാമത്ത്. അവരാണ് ആമിലീൻ. ഒരു സ്ഥലത്ത് ആമിലീൻ, ഒരു സ്ഥലത്ത് ഷാക്കിരീൻ, ഒരു സ്ഥലത്ത് മുഹമ്മദ് മുസ്തഫ. ശുക്രാണ് പ്രാധാന്യം. അപ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ രാവിലെ എണീക്കുമ്പോൾ അള്ളാഹുവാണ് ചിന്ത. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ മനസ്സിൽ കൊണ്ടുവന്നാൽ അള്ളാഹുവിനെ മനസ്സിൽ കൊണ്ടുവന്നു അനുഗ്രഹമാണ് എന്ന നിലയിൽ, അള്ളാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണ് എന്ന നിലയിൽ ഒരു മനുഷ്യന് പ്രഭാതത്തിൽ എണീക്കാൻ കഴിഞ്ഞത് തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന നിലയിൽ പ്രാഥമികമായി അള്ളാഹു അവന്റെ മനസ്സിൽ വന്നാൽ പിന്നെ അവൻ പ്രൊട്ടക്റ്റഡ് മാനാണ്. അവനെ ചുറ്റിവരിഞ്ഞ് കവചത്തിലാക്കിയത് ആരാ? മലക്കാണ്. ആ മലക്ക് പിന്നെ എന്ത് ചെയ്യും? പിശാചിനെ ഓടിക്കും. പിന്നെ പിശാചിന് ഇവന്റെ പേര് സ്വാധീനം ഉണ്ടാവില്ല. ഒരു മനുഷ്യന്റെ പ്രഭാതം വേറൊന്നും കൊണ്ടായാലോ, അള്ളാഹുവിന്റെ ദിക്റിലല്ല, പായരം, ബുദ്ധിമുട്ട്, പ്രയാസങ്ങള്, നശിച്ച ഒരു ദിവസം തുടങ്ങിയല്ലോ, പണി തുടങ്ങണല്ലോ, യാത്ര തുടങ്ങണല്ലോ, എന്തായി നേരം വെളുത്തല്ലോ. പിന്നെയും അങ്ങനെയാണെങ്കിലോ ദഹബൽ മലക്കു അൻഹു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർക്കാത്ത, അതുവഴി അള്ളാഹുവിനെ ഓർക്കാതെ ഈ മനുഷ്യനെയും വിട്ട് മലക്ക് ഓടിപ്പോകുന്നതാണ്. പിന്നെ ആ മനുഷ്യനെ പിശാച് ഏറ്റെടുക്കുന്നതാണ്. അപ്പൊ രാവിലെ തന്നെ ചിന്തിക്കണം. നമ്മൾ ഇന്ന് ഇത് കേൾക്കുന്ന നമ്മൾ ചിന്തിക്കുക. നമ്മളെ ഇന്നത്തെ പ്രഭാതത്തിൽ ഏറ്റെടുത്തത് മലക്കായിരിക്കുമോ പിശാചായിരിക്കുമോ? ചിന്തിക്കുക. ഇതിനാണ് ഇസ്തിഖാമത്ത് എന്നറിയാം. ഇതിനാണ് ശുക്രും കുഫറും തമ്മിലെ വ്യത്യാസം. ഇതാണ് നമ്മളെ ഇന്ന് പ്രഭാതത്തിൽ ഏറ്റെടുത്തത് ആര്? അത് ചിന്തിക്കുക. മലക്ക് ഏറ്റെടുത്തിട്ടുണ്ടാവുമോ? കാരണം നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹിന്റെ അനുഗ്രഹം ഓർത്താണോ ഒന്ന് രാവിലെ എണീറ്റ്? വീണ്ടും ബോധമണ്ഡലം തിരിച്ചു കിട്ടിയല്ലോ. ഒന്ന് പുറത്തേക്ക് നോക്കി. എന്തൊരു മനോഹരമാണ്. രാവിലെ പ്രഭാതത്തിന് മുമ്പ്, അത്താഴ സമയത്തിന് മുമ്പ് എണീക്കും മുത്ത് മുഹമ്മദ് മുസ്തഫ. അവസാനം രാത്രിയുടെ മധ്യഭാഗം കഴിഞ്ഞാൽ എണീക്കും മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് പുറംഭാഗത്തേക്ക് നോക്കും. ഇരുട്ടിൽ കണ്ണ് ചിമ്മി നിൽക്കുന്ന നക്ഷത്രങ്ങളിലേക്ക് ഹബീബ് ഒന്ന് നോക്കും. എന്നിട്ട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സൂറത്ത് ആലി ഇംറാന്റെ അവസാന ഭാഗം ഓതിയിരുന്നു എന്ന ഹദീസിൽ കാണാം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. രാത്രിയുടെ മധ്യഭാഗം കഴിഞ്ഞാൽ തന്റെ വിരിപ്പിൽ നണിക്കും പുണ്യ റസൂൽ മുസ്തഫ. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യാം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറം ഭാഗത്തേക്ക് കണ്ണോടിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് സന്തോഷിക്കും. പ്രഭാതത്തിൽ തന്റെ കട്ടിൽ എണീറ്റാൽ ചെല്ലേണ്ട ദിക്റുകൾ ചെല്ലിയതിനു ശേഷം പുറം ഭാഗത്തേക്ക് കണ്ണോടിക്കും.
പുറത്തേക്ക് നടക്കും, പുറംഭാഗത്തേക്ക് കണ്ണോടിക്കും. ചിലപ്പോൾ ആ ഇരുത്തത്തിൽ തന്നെ, കാരണം ആ രൂപത്തിലായിരുന്നു അവിടുത്തെ വീടുണ്ടായിരുന്നത്. പ്രപഞ്ചത്തിന്റെ സൗകര്യങ്ങളിലേക്ക്, അള്ളാഹു ഒരുക്കിയ സൗകര്യങ്ങളിലേക്കും മനോഹരമായ നക്ഷത്രക്കൂട്ടങ്ങളിലേക്കൊക്കെ ഹബീബാ നബി ഒന്ന് നോക്കും. അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ ഇതൊക്കെ എന്തൊക്കെയാണ് അള്ളാഹു ഈ അനുഗ്രഹങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. നശിച്ചൊരു ദിവസം ആരംഭിച്ചല്ലോ എന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് മാരിഫത്ത് കിട്ടാനാണ്, എന്ത് ദിക്ർ ചൊല്ലിയിട്ട് എന്ത് കിട്ടാനാണ്. വാതിലടച്ചില്ലേ, വെള്ളം വരുന്ന ധാരകൾ മുഴുവനും അടച്ചടച്ച് സിമെന്റ് ഇട്ട് പോയിട്ട് എത്ര പാതാളം വരെ കുഴിച്ചാലും കിണറ്റിൽ വെള്ളം ഉണ്ടാവുമോ? വെള്ളത്തിന്റെ ധാര വരുന്നിടത്ത് മുഴുവൻ സിമെന്റ് ഇട്ട് അടച്ചിട്ട് അങ്ങനെ അടിയോട് പോയി, പിന്നെ കിണറ്റിൽ വെള്ളം ഉണ്ടാവുമോ? പ്രഭാതത്തിൽ തന്നെ അതാ മാരിഫത്തിന്റെ ധാര വരുന്ന വഴി നമ്മൾ പ്രഭാതത്തിൽ അടച്ചു. അതെങ്ങനെയാ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർത്ത് ഒന്ന് പുഞ്ചിരിച്ചില്ല, ഒന്ന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞില്ല. മലക്ക് ഓടിപ്പോയി, ശൈത്താൻ പിന്നാലെ പോയി. നമുക്ക് പറ്റിയ ആളല്ല, മലക്ക് പോയി. പലതവണ മലക്ക് പോയാൽ പിന്നെ മലക്ക് തിരിച്ചു വരില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾക്ക് ഇസ്തിഗ്ഫാർ ഉണ്ടായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാതെ പിന്നെ മലക്ക് തിരിച്ചു വരില്ല. لا يزال الملك يقرب من العبد حتى يصير الحكم والطاعة والغلبة له. تولاه الملك في ملائكة في حياته وعند موته وعند مبعثه. അള്ളാഹുവിന്റെ അടിമ, അള്ളാഹു നല്ല നിലക്കാണ് ഒരു അടിമയുടെ പ്രഭാതമെങ്കിൽ ആ അടിമയിലേക്ക് ദൈനംദിനം വന്നുകൊണ്ടേയിരിക്കും മലക്ക്. കാര്യങ്ങളെല്ലാം അവസാനം എല്ലാം മലക്കിന്റെ പിടുത്തത്തിലാവും. ഒരു മലക്കല്ല, ഫതവല്ലാഹുൽ മലായികതു ഫീ ഹയാതിഹി. ഒരു മനുഷ്യന്റെ പ്രഭാതം ഇന്നും അങ്ങനെയായി. അൽഹംദുലില്ലാ കൊണ്ട് തുടങ്ങി, പുഞ്ചിരിച്ചുകൊണ്ട് തുടങ്ങി, അള്ളാനെ ഓർത്ത് തുടങ്ങി, നാളെയും മറ്റന്നാളും ഇങ്ങനെ ദിവസമായി. അപ്പോൾ പിന്നെ മലക്കുകൾ വരാൻ തുടങ്ങി, മലക്കുകൾ വരാൻ തുടങ്ങി. മലക്ക് ഇവന്റെ വലിയ സഹോദരന്മാരായി മലക്കുകൾ. ഫതവല്ലാഹുൽ മലായികതു ഫീ ഹയാതിഹി. അപ്പോൾ പിന്നെ അവന്റെ ജീവിതത്തിൽ മലക്കുകളെല്ലാം അവനെ ഏറ്റെടുക്കും. ഒരു മഹാസംഘം മലക്കുകൾ മരണ നേരത്തും അവന്റെ പുനരുദ്ധാന നാളിലും മലക്കുകൾ ഏറ്റെടുക്കും. മലക്കിന്റെ ആളായി 1 ദിവസം 2 ദിവസം 3 ദിവസം അങ്ങനെയാണ് വന്നു. പിന്നെ അവന് ഏത് വലിയ കാര്യവും എളുപ്പം ചെയ്യാൻ കഴിയും. എന്തുകൊണ്ട്? ചെയ്തത് അവനല്ല, മലക്കുകളാണ്. പിന്നെ അവന് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കൺമാൻ ഞാൻ നിങ്ങളെ കൊൽഭാഗമെന്നോവർ. ഇതൊരു മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മാത്രമല്ല, ലോക ചരിത്രത്തിലെ ലക്ഷക്കണക്കായ ആരിഫീങ്ങളുടെ സ്വഭാവമാണിത്. മുഖത്ത് നോക്കി മനുഷ്യന്റെ മനസ്സിൽ എന്താണുള്ളത് എന്ന് പറയാൻ അവർക്ക് കഴിയും. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ വിജയാണോ പരാജയാണോ എന്ന് പറയാൻ കഴിയും. ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയും. എന്തുകൊണ്ട്? അവർക്ക് ആകാശവും ഭൂമിയിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളാണ് അവരെ കൂടെ ഉള്ളത്. നിങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ സാധാരണ കാര്യമാണ്. എന്താണ് ഇസ്തിഖാമത്ത് എന്ന് മനസ്സിലാക്കണം. എന്താണ് ഈ ഇസ്തിഖാമത്ത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. നമ്മൾ അല്ലാഹുവോട് അർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ചൊവ്വായ മാർഗത്തിലാക്കണമേ എന്ന് പറഞ്ഞാൽ ആവാൻ പണിയെടുക്കണ്ടേ? എന്താണ് ഈ പണിയെടുക്കൽ? ആ പണിയാണ് അമ്പിയാക്കൾ എടുത്തത്, ആ പണിയാണ് ഔലിയാക്കൾ എടുത്തത്, ആ പണിയാണ് ആരിഫീങ്ങൾ മഹാന്മാരെടുത്തത്. എന്താ പണി? അവരുടെ പ്രഭാത പ്രദോഷങ്ങളെല്ലാം അല്ലാഹ് അവര് പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ എണീക്കുകയില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിനെ ഓർത്ത്. എന്തുകൊണ്ട്? റളീന, ഞങ്ങൾ സന്തുഷ്ടരാണ് ബില്ലാഹി റബ്ബ. ഇതിനേക്കാൾ വലിയ പുഞ്ചിരി എന്താ? ഒരു മുഅ്മിനായ മനുഷ്യൻ സന്തുഷ്ടനായിട്ടല്ലാതെ എണീക്കൂല. ഏറ്റവും പ്രഭാതത്തിലെ ദിക്ർ എന്താ? റളീന ബില്ലാഹി റബ്ബ. ഞങ്ങൾ സന്തുഷ്ടരാണ്, പായേരത്തിലാണ്, നല്ല സന്തുഷ്ടരാണ്. ഞങ്ങൾക്ക് കാര്യം നടത്തി തരാൻ ഒരു റബ്ബുണ്ട്. കാര്യം എന്നാ നടത്തുക? കാര്യം നടത്തേണ്ട സമയത്ത് നടത്തും. നടത്തേണ്ടത് ഞാൻ തീരുമാനിക്കുമ്പോഴല്ല, അതിന്റെ സമയത്ത് നടത്തും. ആര് നടത്തും? അല്ലാഹു നടത്തും. അവന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തു. അതാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. പിന്നെ അവൻ മലായികത്തിന്റെ കൂട്ട്. ഇസ്തിഖാമത്ത് എന്നാൽ ശുക്റാണ്. ആദ്യം മനസ്സിന് പായര ഒഴിവാക്കണം. ഇല്ല ഒന്നുമില്ല, നഷ്ടം തന്നെ പറയും. നമുക്കല്ലേ ഏറ്റെടുത്ത ഒരു റബ്ബുണ്ടല്ലോ. ഞാൻ പണ്ട് ഒരിക്കൽ ബസറയിൽ പോയിട്ടുണ്ട്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ. അവിടുത്തെ തലഭാഗത്ത് ഒരു കല്ലിൽ എഴുതി വെച്ച ചില വാക്കുകൾ എന്നെ അത്ഭുതപ്പെടുത്തി. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഓർക്കുന്ന കൊല്ലങ്ങൾ അനവധിയായെങ്കിലും മനസ്സിന് മാഞ്ഞു പോകുന്നില്ല ഒരു സംഭവം. ഞങ്ങൾ അനവധിയായി, പക്ഷെ മനസ്സിന് മാഞ്ഞു പോകുന്നില്ല. ബസ്രയിലെ പള്ളിപ്പറമ്പിലെ വിശാലമായ പള്ളിപ്പറമ്പിൽ ഹസനുൽ ബസരി തങ്ങളുടെ മഖ്ബറയുണ്ട്. സയ്യിദ് താബിഈനാണ്, താബിഈങ്ങളുടെ നേതാവാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. എന്താ ഇവിടെ തലഭാഗത്ത് എഴുതി വെച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ടവരുടെ ചില വാക്കുകളാണ്. ഒരു വാക്ക് എന്താണെന്നറിയോ? ഞാൻ എൻ്റെ കുഞ്ഞുകാലത്തെ എൻ്റെ ഗുരുനാഥനിൽ നിന്ന് റിസ്ഖിനെ പറ്റി പഠിച്ചു.
റിസ്ഖിനെ പറ്റി പഠിച്ചപ്പോൾ വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഈ പ്രകൃതിയിലുള്ള ഏത് വസ്തുവിനും ഏത് ജീവിക്കും അള്ളാഹുവിന്റെ റിസ്ഖുണ്ട്, അള്ളാഹു അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പഠിച്ചു. അപ്പോൾ പിന്നെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും റിസ്ഖിനെ പറ്റിയുള്ള ആവലാതി വന്നിട്ടില്ല. എന്തുകൊണ്ട്? അള്ളാഹു ഏറ്റെടുത്ത, പ്രപഞ്ചനാഥൻ ഏറ്റെടുത്ത ഒരു കാര്യത്തിൽ ഞാൻ വേവലാതിപ്പെടുന്നത് എന്തിന്? പക്ഷേ ഞാൻ പിന്നീട് എന്റെ ഗുരുനാഥൻ എന്റെ അമലുകൾ, ഞാൻ പരലോകത്തേക്ക് ഒരുക്കേണ്ട പാഥേയം, എന്റെ അമലുകളെ പറ്റി എന്നെ പഠിപ്പിച്ചപ്പോൾ എന്റെ അമലുകൾ ഞാൻ തന്നെയാണ് നിർവഹിക്കേണ്ടതെന്നും എന്റെ പരലോകത്തെ റിസ്ഖിന് വേണ്ടതെല്ലാം ഞാൻ ഒറ്റക്കാണ് ഇവിടുന്ന് ഒരുക്കി വെക്കേണ്ടതെന്നും അത് ഞാൻ ഇവിടുന്ന് ഒരുക്കിയാലേ അവിടെ റബ്ബ് ചെയ്തു തരൂ, അവിടുത്തെ റിസ്ഖ് അല്ലാഹു ഏറ്റിട്ടില്ല എന്നും ഞാൻ മനസ്സിലാക്കിയപ്പോൾ ദുനിയാവിന്റെ റിസ്ഖിൽ എനിക്ക് വേവലാതി ഉണ്ടായിട്ടില്ല, പരലോകത്തിന്റെ റിസ്ഖിൽ വേവലാതി ഇല്ലായ്മയും ഉണ്ടായിട്ടില്ല. ഒരു പ്രഭാത പ്രദോഷത്തിലും എന്റെ ദുനിയാവിലെ റിസ്ഖിനെ പറ്റി വേവലാതി മനസ്സിൽ വന്നിട്ടില്ല. എന്നാൽ ഒരു പ്രഭാത പ്രദോഷത്തിലും റബ്ബേ എന്റെ പരലോകത്തിന് വേണ്ടി ഈ ദിവസത്തിൽ എനിക്ക് എന്താണ് ഒരുക്കാൻ കഴിഞ്ഞത്? ഒന്നും കഴിഞ്ഞില്ലല്ലോ എന്നോർത്തി കരയാതെയും ഇരുന്നിട്ടില്ല. മഹാനായ ഹസനുൽ ബസ്രി തങ്ങളുടെ മഖബറയുടെ മുകൾ ഭാഗത്ത് ഒരു കല്ലിൽ ഈ വാക്ക് കൊത്തിവെച്ചിട്ടുണ്ട്. ഇതാണ് ഇസ്തിഖാമത്ത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് 70ാമത്തെ ജൽസയിൽ വീണ്ടും അതിന്റെ ബാക്കി പറയാം. എന്താണ് ഇസ്തിഖാമത്ത്? ഇസ്തിഖാമത്ത് മനസ്സിലാക്കണം. നമ്മൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം 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 എന്നും പറയും, പക്ഷെ ഇസ്തിഖാമത്ത് എന്താണെന്ന് പഠിക്കണം. ഇസ്തിഖാമത്ത് അതാണ് എന്ത്? അതാണ് സാദുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ഭക്ഷണം. അതെന്താണ് ഇസ്തിഖാമത്ത്? അത് ശുക്റാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗം അടുത്ത പ്രാവശ്യം പറയാം. റബ്ബനാ അലൈക തവക്കൽനാ وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم.